ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു ഡെനക്സിൻ്റെ ഒരു പുതിയൊരു HDMI ഡീകോഡറാണ്. അതായത് നമുക്കൊരു ARCയും HDMI ഒക്കെ ഇൻപുട്ട് കൊടുത്തുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയൊരു ഡീകോഡറാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. നല്ല ക്വാളിറ്റിയിലും അതുപോലെ തന്നെ നമുക്കൊരു ഫുൾ ടൈം, അതായത് വാറണ്ടി, ഏകദേശം ഒരു ഫുൾ ടൈം വാറണ്ടി കിട്ടുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഒരു ഡീകോഡർ. മാർക്കറ്റിൽ പല ഡീകോഡറുകളും ഉണ്ടെങ്കിലും നമുക്ക് അതിനൊന്നും ഒരു 1 ഇയർ കഴിഞ്ഞാലോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള നമുക്ക് പലപ്പോഴും സർവീസ് കിട്ടാറില്ല. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഈ ഡീകോഡറിന് നല്ല ഒരു സർവീസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന അടിപൊളി ഒരു ഡീകോഡർ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനിലേക്ക് നോക്കുവാണെങ്കിൽ അധികം സൈസോ കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു സൈസേ ഉള്ളൂ. നമ്മളിത് ഓണാക്കിയിട്ടുണ്ട്. ഓണാകുമ്പോൾ തന്നെ നമ്മുടെ ഡെനക്സിൻ്റെ ഒരു എംബ്ലം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നമ്മൾ ഫ്യൂടെക്കിൻ്റെ റിമോട്ട് കിറ്റ് വെച്ചാണ് ഈ ഡീകോഡർ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു നോബ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ USB സോക്കറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റിമോട്ടിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള റിമോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു 4 HDMI ഇൻപുട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ARC ഔട്ട് വരുന്നുണ്ട്, ഒപ്റ്റിക്കൽ വരുന്നുണ്ട്, USB കൊടുക്കാം, ബ്ലൂടൂത്ത് കൊടുക്കാം, ഓക്സ് കൊടുക്കാം. പിന്നെ ഓരോ ചാനലും നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്, സബിനാണെങ്കിലും. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു 5.1 ഡീകോഡർ എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നല്ല ഇതിന് സർവീസ് കിട്ടുന്നുണ്ട്. അതായത് ഫ്യൂടെക്കിൻ്റെ റിമോട്ട് കിറ്റ് വെച്ചാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വന്നാലും നമുക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു സർവീസ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഇനി ഡീകോഡറിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിലേക്ക് നമ്മളൊരു 7 ഓഡിയോ പ്രീ ഔട്ടിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഈ കിറ്റ് ഒരു ഫ്യൂച്ചർ അപ്ഡേറ്റ് വരുന്നുണ്ട് 7.1ലേക്ക്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 7 ചാനൽ ഓഡിയോ ഔട്ട് എന്ന രീതിക്കാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പ്രസൻ്റായിട്ട് വന്നിരിക്കുന്നത് 5.1 ഔട്ടാണ്. അതായത് ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സെൻറ്റർ, സബ്. പിന്നെ അടിയിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഒരു 4 HDMI ഇൻപുട്ടും ഒരു ARC ഔട്ടും അതുപോലെ തന്നെ ഒരു ARC ഇൻപുട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ഒപ്റ്റിക്കൽ കൊടുക്കാം, 2 കൊയാക്സിൽ കൊടുക്കാം, ഒരു സ്റ്റീരിയോ ഇൻപുട്ടും വരുന്നുണ്ട്. പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് നമ്മൾ ഈ പ്രാവശ്യം ബാക്ക് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഡെനക്സ് ഓഡിയോയുടെ എംബ്ലം കാണാം. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു 5.1 ഡീകോഡർ. പലപ്പോഴും നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടാൻ അവൈലബിൾ അല്ലാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നല്ല HDMI ഇൻപുട്ട് ഉള്ള ഒരു ഡീകോഡറുകൾ പലപ്പോഴും ഇല്ല. പലപ്പോഴും ARC ഇൻപുട്ടുള്ള കിറ്റുകളൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഫ്യൂടെക്കിൻ്റെ ഒറ്റ കിറ്റിൽ മാത്രമേ ഉള്ളൂ നമുക്കിതുപോലെ 4 HDMI ഇൻപുട്ട് കൊടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് വെച്ച് തന്നെ ഇത് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്യൂടെക്കിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള അവരുടെ HDMI ബോർഡും അതുപോലെ തന്നെ മെയിൻ 5.1ൻ്റെ ഡീകോഡർ ബോർഡുമാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡീകോഡറൊക്കെ ആണെങ്കിലും ഒറിജിനൽ ഡീകോഡിങ് IC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസിലും അതിൻ്റെ ഒരു റേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു പ്രോപ്പറായിട്ട് നല്ല പക്ക ഒരു ഡോൾബി DTS പ്ലസ് ഒക്കെ കിട്ടണമെങ്കിൽ ഈ കിറ്റ് തന്നെ വെച്ച് ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു സറൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് പവർ സപ്ലൈക്ക് വേണ്ടി 2 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമർ കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ചെയ്തു വന്നിരിക്കുന്ന ഒരു 5.1 ഡീകോഡറാണ്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആവശ്യക്കാർക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടത് മേടിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് നല്ല വാറണ്ടി പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ മേടിക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.